മാസം 25-ാം തീയതി ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാറായുടെ മരണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആഴമേറിയ ഒരു ശൂന്യത സൃഷ്ടിച്ചു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. കൂടാതെ ഇപ്പോൾ ഇസ്ഹാക്ക് വിവാഹം കഴിച്ചു. താനെ വേറൊരു വീട്ടിലേക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാറ താമസിച്ചിരുന്ന കൂടാരത്തിലേക്ക് താനെ താമസം മാറ്റി. അബ്രഹാം തൻ്റെ ആടുമാടുകളുമായിട്ടൊക്കെ ഇങ്ങനെ ദാസന്മാരോടുകൂടെ അവയെ മേയിച്ചൊക്കെ ഇങ്ങനെ കഴിയുന്നതായിരിക്കുന്ന കാലമാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായതായിരിക്കുന്ന ശൂന്യതയ്ക്ക് എന്താണ് പരിഹാരം? സ്വന്തമായൊരു കുടുംബം തനിക്കും ആവശ്യമല്ലേ, തനിക്കൊരു ഭാര്യ ആവശ്യമല്ലേ, സ്നേഹിക്കാനും ആശയവിനിമയം നടത്താനും ഒരാൾ വേണ്ടേ എന്നൊക്കെ അബ്രഹാം ചിന്തിച്ചെങ്കിൽ അത് ന്യായമാണ്. അബ്രഹാം കെതൂറ എന്നൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നത്. കെതൂറ എന്നൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. ഇസ്ഹാക്കിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിചാരിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അബ്രഹാമിൻ്റെ ശരീരത്തിന് ലൈംഗിക കഴിവുകൾ ഇപ്പോഴുമുണ്ട്. ലൈംഗിക ആവശ്യങ്ങളും തനിക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തനിക്ക് ഒരു ഭാര്യയെ ആവശ്യമാണ്, തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് തൃപ്തി ആവശ്യമാണ്. കൂടാതെ തനിക്ക് ഒരു പുരുഷന് ഒരു ഭാര്യയായിരിക്കുക ലൈംഗിക ആവശ്യം മാത്രമല്ല, ആശയവിനിമയത്തിനും സഹിത്വത്തിനും ഒക്കെ ഒരാൾ ആവശ്യമാണ്. അതുകൊണ്ട് അബ്രഹാം വിവാഹം കഴിച്ചു, രണ്ടാമത് വിവാഹം കഴിച്ചു കെതൂറയെ. വാഗ്ദത്തപുത്രനായ ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ സ്വത്തുക്കൾക്കെല്ലാം അവകാശിയായി. അബ്രഹാം വളരെ ബുദ്ധിയോടെയാണ് പെരുമാറിയത്. കെതൂറയ്ക്ക് മക്കളുണ്ടായി. കെതൂറയ്ക്ക് 5-6 മക്കളുണ്ടായി, കുറച്ചൊന്നുമല്ല, 6 മക്കൾ വയസ്സുന്ന കാലത്തുണ്ടായി. സാറയിൽ ഒരു മകനെ ജനിച്ചുള്ളൂ, ഹാഗാറിൽ ഒരു മകൻ ജനിച്ചു. ഇപ്പോൾ കെതൂറയിൽ 4-5 മക്കൾ ഉണ്ടായി. ഇനിയും സ്വത്തുക്കളൊക്കെ സംബന്ധിച്ച് വഴക്കുകളുണ്ടാകാൻ ന്യായമായ സാധ്യതകളുണ്ട്. കെതൂറയ്ക്ക് അബ്രഹാമിനെ സ്വാധീനിച്ച് നമ്മൾക്ക് ജനിച്ചതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വത്ത് കൊടുക്കണം, ഇസ്ഹാക്കിന് മാത്രം കൊടുക്കാനൊക്കുകയില്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം ആ സാധ്യതകളെയെല്ലാം ഒഴിവാക്കിയിട്ട് തനിക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവനും ഇസ്ഹാക്കിന് കൊടുത്തു. അത് ശരിയോ എന്ന് ചോദിച്ചാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ഇസ്ഹാക്കിനെയാണ്. കനാൻ നാട് ഇസ്ഹാക്കിനാണ് അവകാശമായിട്ട് ദൈവം കൊടുത്തിട്ടുള്ളത്. കാരണം അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതികൾക്കാണ്. അപ്പോൾ പിന്നെ കെതൂറയുടെ മക്കൾക്കൊന്നും കൊടുത്തില്ലേ? കൊടുത്തു. അതേക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദാനങ്ങൾ കൊടുത്തു എന്നാണ്. ദാനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ഉപജീവനത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്തു. ഇവരാട്ടിടയരാണ്. അതുകൊണ്ട് അവർക്ക് കഴുത, ഒട്ടകം, ആടുമാടുകൾ എല്ലാം ധാരാളമായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഫ്ലോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്റ്റാർട്ടിംഗ് ഫ്ലോക്ക് അവർക്ക് ഒരു കൂട്ടത്തെ ലഭിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു പക്ഷേ 10-200 ആടും 10-20 പശുക്കളും 8-10 ഒട്ടകങ്ങളും 10-15 കഴുതകളും, ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ഫ്ലോക്ക് അബ്രഹാം തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാ മക്കൾക്കും, കെതൂറയുടെ മക്കൾക്കും കൊടുത്തു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും. അത് വളരെ വേഗം വളരും അവർ നന്നായിട്ട് പരിചരിച്ചാൽ. എന്നിട്ട് അബ്രഹാം പറഞ്ഞു, നിങ്ങൾ കിഴക്ക് ദേശത്തേക്ക് ദൂരെ പോകണം. ഇസ്ഹാക്ക് താമസിക്കുന്ന പാലസ്തീനിൽ നിന്ന് നിങ്ങൾ കിഴക്ക് ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം അവരെ എല്ലാവരെയും പറഞ്ഞയച്ചു. കാരണം ഇസ്ഹാക്കുമായി ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. എത്ര ബുദ്ധിയോടെയാണ് അബ്രഹാം പെരുമാറിയതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ അതിബുദ്ധിമാനായൊരു മനുഷ്യനായിരുന്നു. പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ വിസ്ഡം അബ്രഹാമിന് ധാരാളം ഉണ്ടായിരുന്നു. തൻ്റെ മരണശേഷം തൻ്റെ മക്കൾ സ്വത്ത് സംബന്ധിച്ച് അടിപിടി കൂടുന്നത് ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് പോകാനായിട്ട് അബ്രഹാം ഒരിക്കലും അനുവദിച്ചില്ല. അതുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എല്ലാ മക്കൾക്കും അവർക്ക് അർഹമായത് കൊടുത്തു. അബ്രഹാമിൻ്റെ വാഗ്ദത്ത പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ കനാൻ നാടും അതോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളും കൊടുത്തു. തൻ്റെ ദാസന്മാരെയും തൻ്റെ ആടുമാടുകളിൽ ഭൂരിപക്ഷത്തെയും അവർക്ക് കൊടുത്തു. എന്നാൽ താൻ ജനിപ്പിച്ചതായിരിക്കുന്ന കെതൂറയുടെ മക്കൾക്ക് അവരെ അനാഥരായിട്ട് വിട്ടില്ല. അവർക്ക് ജീവിതം ആരംഭിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സ്റ്റാർട്ടിംഗ് ഫ്ലോക്ക് അങ്ങനെ നൽകി അവരെ അയച്ചു. 175 വയസ്സുള്ളവനായിട്ട് അബ്രഹാം മരിച്ചു. മരിച്ച സമയത്ത് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കും ഇഷ്മയേലും ചേർന്നാണ് അടക്കം ചെയ്തത്. അതെന്താണ് കാണിക്കുന്നത്? ഇഷ്മയേൽ അങ്ങ് പോയി. അബ്രഹാം ഇഷ്മയേലിനോട് ചെയ്തതും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഉറുപ്പിയുള്ളൂ, 2 അപ്പവും കൊടുത്ത് ഇറക്കി വിട്ട സംഭവമൊന്നും അവർ ഇസ്ഹാക്കിനോടുള്ള അബ്രഹാമിനോട് വെറുപ്പ് തോന്നിക്കുകയോ അല്ലെ ഇസ്ഹാക്കിനോട് പക തോന്നിക്കുകയോ ഒന്നും ചെയ്തില്ല.
അബ്രഹാം മരിച്ചപ്പോൾ ഇസ്ഹാക്ക് വർത്തമാനം അറിയിച്ച് കാണും ഇശ്മയേലിനെ, നിൻ്റെ അപ്പൻ മരിച്ചുപോയി എന്ന്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് അബ്രഹാമിനെ അടക്കം ചെയ്തത്. അപ്പോൾ ഇസ്മായേലും ഇസ്ഹാക്കും കണ്ടുകൂടാത്ത രണ്ട് ശത്രുക്കളായിട്ടല്ല അവർ ജീവിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അതുപോലെ നല്ല മാതൃകയല്ലേ. അബ്രഹാമിൻ്റെ മരണസമയത്ത് കെതൂറയുടെ മക്കൾ കടന്നു വന്നതായിട്ട് രേഖയൊന്നുമില്ല. ഒരുപക്ഷെ അവരും കടന്നു വന്ന് കാണും, അല്ലെങ്കിൽ അവരെ ദൂരദേശത്തേക്കാണ് പോയത്, വളരെ അകലേക്കാണ് പോയത്. ഇസ്ഹാക്ക് അവരെ വിവരം അറിയിച്ച് കാണുകയില്ലായിരിക്കും. ഏതായാലും അവരെക്കുറിച്ച് പരാമർശം ഒന്നുമില്ല. എന്നാൽ അബ്രഹാമും മരിച്ച സമയത്ത് ഇസ്ഹാക്കും ഇശ്മയേലും ചേർന്ന് അബ്രഹാമിനെ അടക്കി എന്നുള്ളതൊരു മാതൃകയുള്ള കാര്യമാണ്. പലർക്കും പല കുടുംബങ്ങളിലും മരണസമയത്ത് മക്കൾ തമ്മിൽ ഒക്കെ വഴക്കുണ്ടാവും, സ്വത്ത് സംബന്ധിച്ചും മറ്റു പല കാര്യങ്ങളും സംബന്ധിച്ച്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പുനർവിവാഹം ദൈവം അനുവദിച്ചിട്ടുള്ള ഒരു ക്രമീകരണമാണ്. പുനർവിവാഹം ദൈവം അനുവദിച്ചിട്ടുള്ളൊരു ക്രമീകരണമാണ്. അത് ഒരു ഭാര്യ മരിച്ചുപോയാൽ ഭർത്താവിന് വിവാഹം കഴിക്കാം, ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് വിവാഹം കഴിക്കാം. എന്നാൽ മക്കളുമൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു വിധവ വീണ്ടും വിവാഹം കഴിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വളരെ അപൂർവമാണ്. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്നത് 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ അവൾക്ക് വിവാഹം കഴിക്കണമെന്നാണ്, അവൾ വിവാഹം കഴിക്കണമെന്നാണ്. അത് നല്ല കാര്യമാണ്. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ കൂടാതെ, ഒരു പുരുഷന് സ്ത്രീ കൂടാതെ ജീവിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ വിവാഹമോചനവും പുനർവിവാഹവും ദൈവവചനം വിലക്കുന്നതാണ്. വിവാഹമോചനം ദൈവവചനം വിലക്കുന്നതാണ്, പുനർവിവാഹവും ദൈവവചനം വിലക്കുന്നതാണ്. എന്നാൽ ഭാര്യയോ ഭർത്താവോ പാർട്ട്ണർ മരിച്ചതിന് ശേഷം ഒരു വിവാഹം എന്ന് പറയുന്നത് അത് മാന്യതയില്ലാത്തൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ദൈവിക ക്രമീകരണങ്ങളുടെ ഒരു ഭാഗം അല്ല. തീർച്ചയായിട്ടും വിവാഹം കഴിച്ച് കുടുംബജീവിതം സന്തോഷകരമായി ജീവിക്കുന്നത് ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും അത് ആവശ്യമാണ്. ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയാൽ അവരുടെ പ്രായവും സാഹചര്യങ്ങളും മനസ്സിലാക്കി അത് ഒരു പുനർവിവാഹം ആവശ്യമെങ്കിൽ അതിൽ പ്രവേശിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവവചനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് വചനപ്രകാരം കാര്യങ്ങളെ കാണുവാനും ചെയ്യുവാനും വലിയവനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം